അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ ഈ ഒരു പോർഷൻ വരക്കാൻ വേണ്ടിയിട്ട് പ്ലസ് പോലെ ഒരു സൈൻ ഇടുക. വളരെ ലേറ്റായിട്ടാണ് ഔട്ട്ലൈൻ വരക്കേണ്ടത്. ഇനി ലിപ്പിൻ്റെ പോർഷൻ വരക്കാൻ ഇതുപോലെ കേവായി ആ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ ഈ കൊടുത്ത റെഫറൻസ് പോലെ തന്നെ താഴെയും ലിപ്പ് വരക്കുക. ഈ ഒരു പെയിൻറ്റിങ് ഞാൻ ഒരു 2 ഇയർ മുന്നേ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ റെഫറൻസ് ഇവിടെ കൊടുത്തിട്ട് അതുപോലെ വരക്കാമെന്ന് വിചാരിച്ച്. താഴെയുള്ള ലൈനിൻ്റെ മാച്ചായി മേലേൽ ഇതുപോലെ ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ പല്ലിൻ്റെ പോർഷൻ വരക്കാൻ വേണ്ടിയിട്ട് ആ 2 ലൈനിൻ്റെ നടുക്കായിട്ട് ഒരു ലൈൻ കൂടി ഇട്ട് കൊടുക്കുക. താഴത്തെ പല്ലിനും അതുപോലെ തന്നെ ചെയ്യുക. ഇനി പല്ല് വരക്കാൻ ഇതുപോലൊരു റാ ഷേപ്പ് പോലെ വരക്കുക. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. അപ്പം എനിക്ക് കഴിയുന്നതുപോലെ പറഞ്ഞു തരുന്നുണ്ട്. ബാക്കി വീഡിയോയിലൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. താഴെയും അതുപോലെ തന്നെ വരക്കുക. ഇനി ഡയമണ്ട് വരക്കാനായി ആ താഴെയുള്ള ലൈനിലേക്ക് മേലയിലൂടെ ഇതുപോലെ കണക്ട് ചെയ്യാം. ഇനി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാം. ഇതാ ഈ 3 കളേഴ്സാണ് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. റെഡ്, ബ്ലാക്ക്, വൈറ്റ്. ഈ ഒരു 3 കളേഴ്സ് മാത്രമേ ഈ ഒരു പെയിൻറ്റിങ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ റെഡ് കളറ് ബ്രഷ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ലിപ്പ് ഫുള്ള് ഈ റെഡ് കളർ അടിക്കുക. കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളർ തന്നെ കൊടുക്കുക. ഇനി ബ്ലാക്ക് കളർ എടുത്തിട്ട് ഈ ഉള്ളിലുള്ള ഭാഗം, അതായത് പല്ലും ഡയമണ്ടും ഒഴികെ ബാക്കിയുള്ള ഭാഗത്ത് ഫുൾ ബ്ലാക്ക് കളർ കൊടുക്കുക. ഇനി ബ്ലാക്കിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് ഈ ഒരു പാർട്ട് ഉണ്ടാ. ഇതിന് പൊതുവേ ഒരു പിങ്ക് കളറാണ് ഉണ്ടാവല്. പക്ഷെ ഞാൻ കണ്ട റെഫറൻസിൽ ഈ ഒരു കളറാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതുപോലെ കൊടുത്തിട്ടുള്ളത്. ഇനി ബ്ലാക്കിൽ ഇത്തിരി കൂടി വൈറ്റ് ആഡ് ചെയ്തിട്ട് പല്ല് വരക്കാൻ തുടങ്ങുക. പല്ലിന് ഇതുപോലെ കുറച്ച് ഡാർക്ക് കളർ ആദ്യം കൊടുക്കുക. പിന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാം. മേലെയുള്ള പല്ലിനും താഴെയുള്ള പല്ലിനും കംപ്ലീറ്റ് ഈ ഒരു കളർ തന്നെ കൊടുക്കുക. ഞാൻ ഈ ഡ്രോയിങ് ചെയ്ത ടൈമിൽ ഇതുപോലെ ട്യൂട്ടോറിയൽസ് ഒന്നും ഉണ്ടായിട്ടില്ലേനു. യൂട്യൂബിൽ മലയാളികൾ ട്യൂട്ടോറിയൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ഇട്ട് ചോദിച്ചതാണ് ഇത് വരക്കുമോയെന്ന്. അതുകൊണ്ട് ഞാൻ ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതാ ഗ്രേ കളർ കൊടുത്ത് പല്ലിൻ്റെ മേലെ ഭാഗത്ത് ഞാൻ സർക്കിളിൽ മാർക്ക് ചെയ്ത ഭാഗം കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് ഫുൾ ഗ്രേ കളർ തന്നെ കൊടുക്കുക. ഇനി ബ്രഷിൽ ഒട്ടും വെള്ളം ചേർക്കാതെ പ്ലെയിൻ വൈറ്റ് കളറിനുകൊണ്ട് ഇതുപോലെ ഹൈലൈറ്റ് കൊടുക്കുക. ഈ പല്ലിനുണ്ടാകുന്ന ഷൈനിങ് ഇല്ലേ, അത് ഇതുപോലെ ഡോട്ട് ഡോട്ട് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ബ്ലാക്കും റെഡും മിക്സ് ചെയ്ത് ഒരു ഡാർക്ക് ഷെയ്ഡ് ആക്കിയിട്ട് ഇതുപോലെ താഴയിലും മേലയിലും മാത്രം സെൻറ്റർ പോർഷൻ ഒഴികെ ബാക്കി പോർഷൻസൊക്കെ ഇതുപോലെ പെയിൻറ്റ് ചെയ്യുക. ഈ ഒരു പെയിൻറ്റിങ് കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും ചെയ്ത് വരുമ്പോൾ വളരെ ഈസിയാണ്. ഇനി റെഡിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് ഹൈലൈറ്റ് പോലെ ഈ സെൻറ്റർ പോർഷൻ, നമ്മൾ നേരത്തെ മേലെയും താഴെയിലാണ് കുറച്ച് ഡാർക്ക് കളർ കൊടുത്ത് സെൻറ്റർ പോർഷനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ സെൻറ്റർ പോർഷനിൽ ഇനി ഇതുപോലെ ലൈറ്റ് കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുക. ഇനി ഇതാ റെഡും ബ്ലാക്കും മിക്സ് ചെയ്ത് ഇതുപോലെ ലിപ്പിലുണ്ടാവുന്ന ലൈൻസ്, അതായത് ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈൻസ് പോലെ ഇതുപോലെ മേലയിലും താഴെയിലുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ലൈൻ കൊടുക്കാം. ഇനി വൈറ്റ് എടുത്ത് ലിപ്പ് ഹൈലൈറ്റ് ചെയ്യുക. ഇതുപോലെ സെൻറ്റർ പോർഷന് മാത്രം ഹൈലൈറ്റ് ചെയ്യുക. ലൈൻ പോലെ ഇതുപോലെ കൊടുക്കുക. കുറച്ചിങ്ങനെ ഡോട്ട് 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 പോലെ ആ ലിപ്പിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് നിങ്ങൾ വരച്ചിട്ട് എനിക്ക് ഡെഫിനറ്റ്ലി സെൻഡ് ചെയ്ത് തരണം. ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇനി ബ്ലാക്ക് കളർ കൊണ്ട് ഇതുപോലെ ഈ ലിപ്പ് ഫുൾ ഔട്ട്ലൈൻ കൊടുക്കുക. അന്നേരം ഇത്തിരി കൂടി ഒരു ക്ലിയർ ഉള്ള പോലെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയാണ് മെയിൻ പാർട്ട്.
ഈ ഡയമണ്ട് വരയ്ക്കൽ. ഇതിന് പ്രത്യേകിച്ച് ഒരു റൂളും ഇല്ല, ജസ്റ്റ് റാൻഡമായി ബ്ലാക്ക് കളർ കൊണ്ട് ഞാൻ ഇതിന് മാർക്കറായി ഇപ്പോൾ എടുത്തത്. നിങ്ങളുടെ അടുത്ത് പെയിൻ്റ് ഉണ്ടെങ്കിൽ പെയിൻ്റ് തന്നെ യൂസ് ചെയ്യുക. ഇതുപോലെ അവിടെ ഇവിടെയുമായി ഓരോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കുക. ഇതെങ്ങനെ കുത്തി വരച്ചാലും എന്തായാലും ഡയമണ്ട് ആവും, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു ബ്ലാക്ക് കളർ കൊടുത്തുകൊണ്ട് അതെന്തായാലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ള പോലെ ഇതുപോലെ ഇങ്ങനെ ഓരോ ഡോട്ടായാലും ലൈൻസ് ആയാലും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഗ്രേ കളർ എടുത്തിട്ട് ആ ബ്ലാക്ക് കളറിൽ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ ഗ്രേ കളർ കൊണ്ടും കൂടി ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഇത് ഫുൾ കംപ്ലീറ്റ് അതേ സ്റ്റെപ്പ് തന്നെ ചെയ്തിന്. ഇനി ഹൈലൈറ്റ് ചെയ്യാൻ ഈ 2 സൈഡിലായിട്ട് ഇതുപോലെ ഒരു സ്പാർക്ലിംഗ് എഫക്റ്റ് കൊടുക്കുക. അങ്ങനെ നമ്മളെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് വരക്കേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.